മുനമ്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വന്ന വിധിയെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആ വിധി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഗവൺമെന്റ് ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതുണ്ട്. മുസ്ലിം സമുദായവും ഒരു സംഘർഷമില്ലാത്ത അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് ഭൂമിയില്ലാത്തവർക്ക്, കിടപ്പാടമില്ലാത്തവർക്ക്, തൊഴിലെടുക്കുന്ന ആളുകൾക്ക് സാമുദായിക താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ, ഇസ്ലാമിക താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് ഗുണകരമാകുന്ന വിധത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും കയ്യേറ്റക്കാരെയും മദ്യമാഫിയെയും റിസോർട്ട് മാഫിയെയും കുടിയൊഴിപ്പിച്ചുകൊണ്ട് ആ ഭൂമി ഫാറൂഖ് കോളേജിന് അവകാശപ്പെടുന്ന വഖഫ് ഭൂമിയാക്കി കൈവശപ്പെടുത്തുകയുമാണ് വേണ്ടത്. സംഘപരിവാറിന്റെയും RSSന്റെയും അജണ്ട നടപ്പാക്കാൻ വഖഫ് ഭൂമി ആയി നേരത്തെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള മുനമ്പത്തെ ഉപയോഗപ്പെടുത്തുകയും അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ പരിചയാക്കി നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുകയുമാണ് സംഘപരിവാറും RSSും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ചേർന്നുകൊണ്ട് അവർക്ക് പിന്തുണ കൊടുത്തിട്ടുള്ള കേരള രാഷ്ട്രീയത്തിലെ മുഖ്യധാരാ നേതാക്കളുണ്ടല്ലോ, അവർ ചെയ്ത ഗുരുതരമായ കുറ്റത്തെക്കുറിച്ചുകൂടി അവർക്ക് ഈ സമയത്ത് ബോധ്യപ്പെടേണ്ടതുണ്ട്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം റദ്ദാക്കിക്കൊണ്ടുള്ള കേരള ഹൈക്കോടതിയുടെ വിധി സ്വാഗതാർഹമാണ്. എന്തുകൊണ്ടെന്നാൽ നേരത്തെ പലതവണയായി 1960കളുടെ തുടക്കം മുതൽ പറവൂർ സബ് കോടതിയും കേരള ഹൈക്കോടതിയും ഉൾപ്പെടെ വിവിധ കോടതികൾ എടുത്ത നിലപാടിൻ്റെ തുടർച്ച മാത്രമാണ് കേരള ഹൈക്കോടതിയുടെ ഏറ്റവും അവസാനത്തെ നിലപാട് എന്നതാണ് ഞങ്ങളുടെ നിരീക്ഷണം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മുനമ്പത്ത് ഉണ്ടായിരുന്നത്. 404.76 ഏക്കർ ഭൂമി അവിടെ വഖഫ് ചെയ്യപ്പെടുകയും അത് ഫാറൂഖ് കോളേജിന് അധികാരപ്പെട്ടതാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലും പലരും ആ ഭൂമിക്കെതിരായി അതിശക്തമായ നിലപാടുകളുമായി രംഗത്ത് വരികയുണ്ടായി. ഞങ്ങളിത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. കേരളത്തിൽ നിലവിലുള്ള വഖഫ് നിയമപ്രകാരം ഒരിക്കൽ വഖഫ് ചെയ്യപ്പെട്ടാൽ അത് കാലാകാലം വഖഫാണ് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ, നിയമപരമായ സ്ഥിതി നിലനിൽക്കെ ആ ഭൂമി പലർക്കായി മുറിച്ചു വിറ്റു എന്നതാണ് അതിൻ്റെ കൈകാര്യകർത്താക്കളായ ഫാറൂഖ് കോളേജിൻ്റെ ഇടക്കാലത്തെ മാനേജ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഗുരുതരമായ കുറ്റം. ആ കുറ്റത്തെ മുൻനിർത്തി തെറ്റുകാരെ ശിക്ഷിക്കുന്നതിന് പകരം ആ വഖഫ് ഭൂമി സമുദായത്തിന് നഷ്ടപ്പെടട്ടെ എന്ന നിലപാടുമായി ചില ആളുകളും ഇടക്കാലത്ത് രംഗത്ത് വന്നു. ഇതൊക്കെ കൃത്യമായി പറയുകയും ആ ഭൂമി വഖഫാണ് എന്നും അത് വഖഫായി നിലനിർത്തണം എന്നുമുള്ള നിലപാടാണ് കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹം എടുത്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാൽ ചില വർഗീയ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ ഭൂമിയെ മുൻനിർത്തി സമൂഹത്തിനകത്ത് വിഭാഗീയത സൃഷ്ടിക്കാനും ഒരു വിഭാഗത്തെ അധിക്ഷേപിക്കുന്നതിനും വേണ്ടി ഇക്കാര്യങ്ങൾ ഉപയോഗിച്ചു എന്നതാണ്, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നതാണ് വർഗീയ രാഷ്ട്രീയത്തിന് മുൻതൂക്കം നൽകുന്ന ചില രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുനമ്പത്തെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെയാണ് മുനമ്പം വിഷയം കേരളത്തിൽ വളരെ ഭീകരമായി കത്തി നിന്ന കാലത്ത് നമ്മളൊക്കെ മുനമ്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീതിയുടെ പക്ഷത്ത് നിൽക്കും എന്ന് പ്രതീക്ഷിച്ച പല മാധ്യമങ്ങളും അതിനെതിരായ നിലപാടോ അതല്ലെങ്കിൽ അതിനെ മറച്ചുവെക്കുന്ന നിലപാടോ സ്വീകരിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾക്കിപ്പോൾ സൂചിപ്പിക്കാനുള്ളത്, മുനമ്പത്ത് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് അവസാനമായി വന്നിട്ടുള്ള കോടതി വിധിയുണ്ടല്ലോ, ആ വിധിയുടെ അടിസ്ഥാനത്തിൽ മുനമ്പം പ്രശ്നം പരിഹരിക്കുന്നതിന് ഗവൺമെൻറ് ഉൾപ്പെടെ മുൻകൈയെടുക്കണം എന്നതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അവിടുത്തെ കാലാകാലമായി താമസിച്ചു വരുന്ന അന്തേവാസികളായ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ജീവിതത്തിനുള്ള അവകാശം നൽകപ്പെടേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അത് വഖഫ് ഭൂമി കയ്യേറിക്കൊണ്ടാവരുത് എന്ന യാഥാർത്ഥ്യവും നിലനിൽക്കുകയാണ്. ഈ മുനമ്പത്തെ അന്തേവാസികൾ മാത്രമല്ല, അവിടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അവിടെ കച്ചവടാവശ്യത്തിന് വേണ്ടി പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന റിസോർട്ട് മുതലാളിമാരും ബാർ മുതലാളിമാരും കച്ചവടക്കാരും ഉൾപ്പെടെയുള്ളവർ ഈ മുനമ്പത്ത് ഒരു വിഭാഗം ആളുകളെ രംഗത്തിറക്കി, സമരരംഗത്തിറക്കി അവർ പിന്നണിയിൽ നിന്നുകൊണ്ട് മുനമ്പം വിഷയം കത്തിച്ചു നിർത്താനും അവർക്കനുകൂലമായി വിധി കൊണ്ടുവരാനും എത്രത്തോളം എന്നാൽ ഇതിനുവേണ്ടി നിയോഗിച്ചിട്ടുണ്ടായിരുന്ന ജുഡീഷ്യൽ കമ്മീഷനെ പോലും തെറ്റിദ്ധരിപ്പിക്കാനോ അതല്ലെങ്കിൽ അവർ പറയുന്നിടത്തേക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടിനെ കൊണ്ടുവരാനോ ഒരു ശ്രമം പോലും നടത്തി എന്നതാണ് ഇടക്കാലത്ത് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതെല്ലാം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ കൃത്യമായി സ്റ്റാൻഡ് എടുക്കേണ്ടതുണ്ട്. ഇന്നലെ CPIM സെക്രട്ടറി
സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ നീങ്ങേണ്ടത് എന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് പിന്തുണയ്ക്കാതിരിക്കാൻ കഴിയില്ല. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അവിടെ താമസിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് പുനരധിവാസം കൊടുക്കാൻ, ഇതും വഖഫ് ഭൂമിയാണ് എന്ന് കോടതി വീണ്ടും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പുനരധിവാസം കൊടുക്കാൻ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വമാണ് സർക്കാർ നിർവഹിക്കേണ്ടത്. മുസ്ലിം സമുദായത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതല, ആ ഭൂമി മുസ്ലിം സമുദായത്തിന് അവകാശപ്പെട്ട വഖഫ് ഭൂമിയാണ് എന്ന് വന്നിരിക്കെ, അവസാനത്തെ വിധിയുടെ അടിസ്ഥാനത്തിലും വന്നിരിക്കെ, ആ പ്രദേശത്ത് താമസിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഭൂമിയുമായുള്ള മാനസികമായ ബന്ധവും അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട അവർ താമസിക്കുന്ന ഇടവുമായുള്ള ബന്ധവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ആ ആളുകളെ ഏതു വിധേനെ അക്കമഡേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുകൂടി സമുദായം ആലോചിക്കണം. ഗവൺമെൻറ് മുൻകൈയെടുക്കുകയും മുസ്ലിം സമുദായത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും താല്പര്യം ഉയർത്തിപ്പിടിക്കുകയും ചെയ്തുകൊണ്ട് അവിടുത്തെ പാവപ്പെട്ട പതിറ്റാണ്ടുകളായി ജീവിച്ചു വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവനം നടത്തുന്നതിനും അവിടെ താമസിക്കുന്നതിനുമുള്ള അവസരമൊരുക്കിക്കൊണ്ട് കയ്യേറ്റക്കാരെ അവിടെ നിന്നൊഴിപ്പിച്ചുകൊണ്ട് ആ ഭൂമി വഖഫിന് കൈമാറുകയും വഖഫ് ബോർഡിൻ്റെ തീരുമാനങ്ങളും വഖഫിൻ്റെ നിലപാടുകളും വഖഫ് ഉൾപ്പെടുന്ന സമുദായത്തിൻ്റെ താല്പര്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിന് നീതിയുടെ പക്ഷത്ത് നിൽക്കുകയുമാണ് ഇനി അധികാരി വിഭാഗത്തിന് ചെയ്യാനുള്ളത്. അത് ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാനുമുള്ളത്. കഴിഞ്ഞ കാലത്തെ വിധികളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ കാലത്തെ വിധികളെല്ലാം ഈ ഭൂമി വഖഫാണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് പറവൂർ കോടതിയുടെ വിധിയായാലും ഹൈക്കോടതിയുടെ വിധിയായാലും ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയായാലും എല്ലാം ഇത് വഖഫാണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അത് വഖഫിന് കൈമാറുകയും വേണ്ടതുണ്ട്. എന്നാൽ സമരപ്പന്തലിൽ ഇരുന്നിട്ടുള്ള ആളുകൾക്ക് രാഷ്ട്രീയമായ താല്പര്യമാണ് ഇക്കാര്യത്തിലുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. സമരപ്പന്തലിൽ നടന്ന പ്രസംഗങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഉയർന്നു വന്നിട്ടുള്ളത് പുതിയ BJP സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വഖഫ് ഭേദഗതി നിയമം നടപ്പിലാക്കിയാൽ ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാകുമെന്നാണ്. എന്ന് പറഞ്ഞാൽ സംഘപരിവാറിൻ്റെയും RSSൻ്റെയും അജണ്ട നടപ്പാക്കാൻ വഖഫ് ഭൂമി ആയി നേരത്തെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള മുനമ്പത്തെ ഉപയോഗപ്പെടുത്തുകയും അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ പരിചയാക്കി നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുകയുമാണ് സംഘപരിവാറും RSSും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ചേർന്നുകൊണ്ട് അവർക്ക് പിന്തുണ കൊടുത്തിട്ടുള്ള കേരള രാഷ്ട്രീയത്തിലെ മുഖ്യധാരാ നേതാക്കളുണ്ടല്ലോ, അവർ ചെയ്ത ഗുരുതരമായ കുറ്റത്തെക്കുറിച്ചുകൂടി അവർക്ക് ഈ സമയത്ത് ബോധ്യപ്പെടേണ്ടതുണ്ട് എന്നും പറയാതിരിക്കാൻ കഴിയില്ല. മുനമ്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വന്ന വിധിയെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആ വിധി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതുണ്ട്. മുസ്ലിം സമുദായവും ഒരു സംഘർഷമില്ലാത്ത അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് ഭൂമിയില്ലാത്തവർക്ക്, കിടപ്പാടമില്ലാത്തവർക്ക്, തൊഴിലെടുക്കുന്ന ആളുകൾക്ക് സാമുദായിക താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ, ഇസ്ലാമിക താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് ഗുണകരമാകുന്ന വിധത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും കയ്യേറ്റക്കാരെയും മദ്യമാഫിയയും റിസോർട്ട് മാഫിയയും കുടിയൊഴിപ്പിച്ചുകൊണ്ട് ആ ഭൂമി ഫാറൂഖ് കോളേജിന് അവകാശപ്പെടുന്ന വഖഫ് ഭൂമിയാക്കി കൈവശപ്പെടുത്തുകയുമാണ് വേണ്ടത്. ഫാറൂഖ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതിസെക്യുലറായി അതിമതേതരമായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. കേരളത്തിലെ തലയെടുപ്പുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഈ ഭൂമി ഉപയോഗിച്ചുകൊണ്ട് കിട്ടേണ്ടുന്ന പിന്തുണയുണ്ടല്ലോ, സപ്പോർട്ടുണ്ടല്ലോ, ആ സപ്പോർട്ട് വാങ്ങിക്കൊടുക്കുക എന്നത് കേരളത്തിലെ സർക്കാരിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും മതനിരപേക്ഷ വിശ്വാസികളുടെയും കടമയും ബാധ്യതയുമാണ്. ഈ വിധിയെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുക. സർക്കാർ അപ്പീൽ പോവുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം CPIM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററുടെ ഇന്നലത്തെ വൈകിട്ടത്തെ പ്രതികരണം വളരെ ആശാവഹമായ പ്രതികരണമാണ്. കോടതി വിധിയാണ് അംഗീകരിക്കപ്പെടേണ്ടത്, ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് നിലപാട് വരേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും വിധി വന്നു കഴിഞ്ഞു. ഇനിയൊരു അപ്പീൽ എന്ന ഓപ്ഷൻ ഗോവിന്ദൻ മാസ്റ്ററുടെ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല.